പാകിസ്ഥാൻ, ചൈന, അമേരിക്ക ബന്ധങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രഖ്യാപനം അമേരിക്ക അടുത്തിടെ നടത്തി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഔദ്യോഗികമായി വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വെറുമൊരു ഭീകരവിരുദ്ധ നടപടി മാത്രമല്ല, മറിച്ചൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ നീക്കം കൂടിയാണിത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ അമേരിക്ക സന്ദർശിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതെന്നത് ശ്രദ്ധേയമാണ്. ഇത് പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ താൽപര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് ചൈനയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം കുറയ്ക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ സാമ്പത്തിക സ്വാധീനത്തിൽ നിന്ന് പാകിസ്ഥാനെ അകറ്റി നിർത്താൻ അമേരിക്ക പാകിസ്ഥാന് പ്രതിരോധ സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നു. ഒരു സംഘടനയെ വിദേശ ഭീകര സംഘടനയായി, അതായത് ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രധാനമായി അല്ലെങ്കിൽ പ്രാഥമികമായി ഈ ഒരു പ്രഖ്യാപനം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLAക്ക് അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ സംഘടനകൾക്ക് അമേരിക്കയിലുള്ള എല്ലാ സ്വത്തുകളും മരവിപ്പിക്കും. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് യാതൊരു സാമ്പത്തിക ഇടപാടുകളും നടത്താൻ അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവാദമില്ല. ഈ നീക്കത്തോടെ സംഘടനയുടെ ഫണ്ട് ശേഖരണത്തിനും വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുമുള്ള കഴിവ് പരിമിതപ്പെടുന്നു. രണ്ടാമതായി ഈ ഒരു പ്രഖ്യാപനം യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നു. BLAയിലെ അംഗങ്ങൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു. നിലവിൽ അമേരിക്കയിലുള്ള അംഗങ്ങൾക്കെതിരെ നാടുകടത്തൽ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കൂടാതെ ഇത് സംഘടനയുടെ അംഗങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ സഞ്ചരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. അവസാനമായി സംഘടനയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകും. അതായത് BLAക്ക് സാമ്പത്തികമോ ഭൗതികമോ ആയ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഈ നടപടികളൊക്കെ സംഘടനയുടെ ആഗോള ശൃംഖലയെ ദുർബലപ്പെടുത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ പ്രഖ്യാപനത്തോടെ BLAയുടെ സാമ്പത്തികവും പ്രവർത്തനപരമായതും അതുപോലെ മനുഷ്യവിഭവശേഷിപരവുമായ അടിത്തറയെ ആഗോളതലത്തിൽ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഇന്ത്യയും BLAയും തമ്മിലുള്ള ബന്ധം കൂടി പരിശോധിക്കാം. BLA പലപ്പോഴും ഇന്ത്യയുടെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുള്ള അവർ പാകിസ്ഥാനെതിരെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഈ ഒരു സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. പാകിസ്ഥാനിലെ സൈന്യത്തിനെതിരെ പോരാടുന്ന സംഘടന എന്നതിലുപരി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഭീകര സംഘടനയായി മാറിയിരിക്കുകയാണ് BLA. ഇത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ ഭാവിയിൽ കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴിയൊരുക്കിയേക്കാം. പാകിസ്ഥാന് എണ്ണ ശേഖരത്തിന് വേണ്ട സഹായം നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ബലൂചിസ്ഥാനിലെ എണ്ണ ധാതു ശേഖരങ്ങളിൽ ട്രംപിന്റെ താൽപര്യവും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമ്പത്ത് തങ്ങളുടേതാണെന്ന് ബലൂച്ച് സംഘടനകൾ എപ്പോഴും ആരോപിക്കുന്നു. ഇത് ഭാവിയിൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം. ഈ പ്രഖ്യാപനം ഭീകരതയ്ക്കെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. അത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.